തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥിയായി പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ഞാൻ സഹപ്രവർത്തകരോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. 3 ഇലക്ഷനുകളിൽ എന്നെ വിജയിപ്പിച്ച വോട്ടർമാർ അവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരിൽ വിശ്വാസം അർപ്പിച്ച് 4ാമത്തെ ഇലക്ഷൻ അതിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഞാൻ എന്റെ സഹപ്രവർത്തകർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ ആവേശകരമായ നിങ്ങൾക്കെല്ലാം അറിയാം, ഡൽഹിയിലെ ചർച്ചകളിലായിരുന്നു. ആ തീരുമാനങ്ങൾക്ക് ശേഷം ഞാൻ മിനിഞ്ഞാന്നാണ് ഇരിട്ടിയിലെത്തിയത്. എന്റെ സഹപ്രവർത്തകരും ജനങ്ങളും ആവേശകരമായ ഒരു സ്വീകരണമാണ് നൽകിയത്. ഒരുക്കങ്ങളെല്ലാം UDFന്റെ നേതാക്കന്മാർ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഒരു ഇലക്ഷനിലും ഇല്ലാത്ത മുന്നൊരുക്കത്തിന്റെ ബലത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജനപിന്തുണയുടെ കരുത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനെനിക്ക് ആക്ഷേപത്തിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാൻ 3 ഇലക്ഷനിൽ നോമിനേഷൻ കൊടുത്തത് കണ്ണൂർ പോയിട്ടാണ്. ടീച്ചർ പേരാവൂര് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച 3ാമത്തെ ഇലക്ഷനായത്. 2 ഇലക്ഷനിൽ നോമിനേഷൻ കൊടുത്ത് കണ്ണൂർ പോയിട്ടാണ്. കാരണം എന്താ, ഇരിട്ടിയിൽ നോമിനേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു താലൂക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷനിൽ 2ാമത്തെ ഇലക്ഷൻ മുതൽ എനിക്ക് ഇരിട്ടിയിൽ തന്നെ നോമിനേഷൻ കൊടുക്കാൻ, എന്റെ സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലും പിന്തുണയിലും നോമിനേഷൻ കൊടുക്കാൻ സാധിച്ചത് ഇരിട്ടി താലൂക്ക് സ്ഥാപിച്ചതിന്റെ പേരിലാണ്. അതെല്ലാവർക്കും അറിയാം, ടീച്ചർക്കും അറിയാം. അന്ന് ഞാൻ 2011 ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറാൻ പോയത് മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിക്കല്ല പോയത്. ട്രെയിൻ പിടിക്കാൻ തലശ്ശേരിക്ക് പോകുന്നതാണ് എളുപ്പം, നിങ്ങൾക്കറിയാം. കണ്ണൂരേക്ക് പോകേണ്ടി വന്നു. തലശ്ശേരി കൂട്ടുപുഴ റോഡ്, അതിന്റെ ഒരു ഭാഗത്ത് ടീച്ചറായിരുന്നു അന്നത്തെ MLA, ഭരണകക്ഷി MLA, മറുഭാഗത്ത് അന്നത്തെ മന്ത്രിയായിരുന്നു. പക്ഷെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു കടന്നത്. ഞാൻ തന്നെ ഒരു ദിവസം ഇവിടുന്ന് എടൂരേക്ക് യാത്ര ചെയ്തപ്പോൾ 3 പ്രാവശ്യം പോകേണ്ടി വന്നു. ചിലപ്പോൾ മരിച്ച വീട്ടിലായിരിക്കാം, കല്യാണ വീട്ടിലായിരിക്കാം, മീറ്റിംഗിലായിരിക്കാം. 3 പ്രാവശ്യം ഒരു ദിവസം പോയപ്പോൾ എന്റെ ബാക്ക് പെയിൻ ഉണ്ടായി. ആക്ച്വലി ഞാൻ കുഴമ്പ് വെച്ച് ചൂട് പിടിക്കേണ്ടി വന്നു. ഇന്ന് അതില്ല. ടീച്ചർക്കും സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. നിയമസഭയിൽ ഞാൻ പേരാവൂരിന്റെ റോഡ് വികസനത്തിന്റെ ആവശ്യം ഉന്നയിച്ചപ്പോൾ മന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇന്നത്തെ മന്ത്രി റിയാസ് പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്റെ കയ്യിലുണ്ട്, എന്റെ ഫോണിലുണ്ട്, എന്റെ ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കൂ. കേരളത്തിലെ റോഡുകളിൽ ആനുപാതികമായിട്ട് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ പേരാവൂരിന് കിട്ടിയിരിക്കുന്നു എന്നാണ് മന്ത്രി ടീച്ചർ കൂടിയുള്ള നിയമസഭയിൽ പറഞ്ഞതെങ്കിൽ ആ മന്ത്രിയുടെ സാക്ഷ്യം പോരെ, ജനങ്ങളുടെ സാക്ഷ്യം പോരെ? ടീച്ചർ ഇപ്പോൾ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ടീച്ചർക്ക് അതറിയാമെങ്കിൽ പോലും പറയാൻ പ്രയാസമുണ്ടാവും. ദാറ്റ് ഈസ് ഓൾ. സംഘടനാ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് പരിഹരിച്ചില്ല, എല്ലാം തീർന്നില്ലേ? ഇന്ന് തന്നെ ഞാൻ 4-5 നേതാക്കന്മാർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത കുറച്ചുപേരെ ഞാൻ ഫോൺ ചെയ്തു, കുറച്ചുപേർ എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. ഞാൻ ആ കാര്യങ്ങളെല്ലാം നമ്മളുടെ നേതാക്കന്മാരുടെ സഹകരണത്തോടെ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, ഇവരുടെ എല്ലാം സഹകരണത്തോടെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ദാറ്റ് ഈസ് മൈനർ ഇഷ്യൂ, ദാറ്റ് വിൽ ബി സെറ്റിൽഡ്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ സെറ്റിൽ ചെയ്യും. നിങ്ങള് എന്തോ ഇല്ല, ഞാൻ അറിയില്ല. അദ്ദേഹം എന്നെ കണ്ടിരുന്നു. അദ്ദേഹം മുന്നോട്ട് പോകുന്നു, വളരെ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു, തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അതൊക്കെ നമുക്കറിയാമല്ലോ. ആരംഭത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ജനാധിപത്യമല്ലേ, ആ ജനാധിപത്യ പ്രക്രിയയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ സാധിച്ചല്ലോ. മല പോലെ വന്ന വിഷയം മഞ്ഞുപോലെ ആയില്ലേ? എന്നെ വിടുമെന്ന് തോന്നുന്നില്ല ഇവര്. ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഈ നേതാക്കന്മാരെ, UDFന്റെ പേരാവൂരിലെ നേതാക്കന്മാരുടെ കഴിവും പ്രാപ്തിയും ജനപിന്തുണയും വെച്ച് ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രേമേന്ദ്രനെ വിളിച്ച വാക്ക് ഞാൻ പറയുന്നില്ല. താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ച വാക്ക് ഞാൻ പറയുന്നില്ല. നീർഷജീവി എന്നാ വിളിച്ചത്. പ്രേമേന്ദ്രനെ വിളിച്ചത് പരനാറി എന്നാണ്. പറയാതിരുന്നാൽ അത് മോശമാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ ഇവര് സമ്മതിക്കില്ല. ഇവരെന്നെ പറയുന്നു കുത്തുക. അതുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം താമരശ്ശേരി ബിഷപ്പിനെ നീർഷജീവി എന്നാ വിളിച്ചത്, പ്രേമേന്ദ്രനെ പരനാറി എന്നാ വിളിച്ചത്. ഇപ്പൊ G സുധാകരനെ എന്തൊക്കെ വിളിക്കും? പോരെ, അദ്ദേഹത്തിന്റെ ഡേറ്റ് വളരെ തിരക്കുള്ള ഡേറ്റ് അല്ലേ? ഈസ് ദ സീനിയർ മോസ്റ്റ് ലീഡർ among the senior most leaders, one among the senior most leaders in Kerala. വരും, ഡെഫിനറ്റ് ആയിട്ട് എത്തും. സംസാരിച്ചോ? വിളിച്ചു.
ഒരു കുഴപ്പമില്ല. 100% തന്നെയാണോ ഇപ്പോഴും? എന്റെ വിജയം അതല്ല 100 അല്ല 101. മൊത്തത്തിൽ മൊത്തത്തില് 101 സീറ്റല്ല ഞാൻ പറഞ്ഞ, 110 സീറ്റാ. അല്ല, ആദ്യം പറഞ്ഞ എന്താണ് അദ്ദേഹം ഒരു വയറിനുമല്ല. അദ്ദേഹമാണ് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന നേതാവ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ട വികാരമാണ്. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. താങ്ക് യു. ആർക്കും സംശയമില്ല.